ഈ കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെ ഞാൻ എങ്ങോട്ടാ പോകുന്നറിയോ? അവരെന്നെ പറയട്ടെ. അപ്പം നമ്മൾ ഇന്ന് ഒരു മാങ്ങ പറിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ പറഞ്ഞു പറയിപ്പിച്ചതാന്ന് പറയേയില്ല. അത്രയും നല്ല അഭിനയം. അല്ലെങ്കിൽ ക്യാമറ കാണുമ്പോൾ ഇവന് കുറച്ച് അഭിനയം കൂടുതലാ. ശരിക്കുള്ള സ്വഭാവമല്ല. ചില ഇഷ്ടമല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ നമ്മളൊക്കെ നല്ല നടന്മാരാവുന്നത് പോലെ. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് അവന്തികയെ നിർത്തിയൊരു മോഷണം. കാരണമുണ്ട്, +1 +2 എന്തോ വലിയ ഭൂകമ്പാന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. ഇപ്പോൾ കുറച്ച് വലുതായപ്പല്ലേ മനസ്സിലായേ ഒന്നുമല്ലാന്ന്. ഇനി ഒരു സുനാമി വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള മനക്കരുത്ത് വയസ്സ് കൂടുമ്പോൾ നമുക്ക് കിട്ടുമെന്ന്. ജീവിതം ഒരു പാഠപുസ്തകമാണെന്ന് പണ്ടാരണ്ട പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇതൊരു വരി മറ്റിടത്ത് സിലബസ് ആയിപ്പോയി. അപ്പം മോഷണം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ആരെ പറമ്പ ഏത് പറമ്പാന്നൊന്നും അറിയില്ല. ഇവിടേക്ക് വഴിതെളിച്ച ആൾക്കാരിതാ മുഖം പൊത്തി ഇവിടെ നിൽക്കുന്നുണ്ട്. ഒളിച്ചിരുന്ന ആളിന് പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ? ഇനി വീണിട്ടും അതിന്റെ യാതൊരു ചമ്മലില്ലാത്ത ഒരാളെ കാണിച്ചു തരാം. ഇതേ നോക്കിയേ. എന്തായാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എപ്പോഴും ഫോണിൽ ഒതുങ്ങിപ്പോതെ ഇടയ്ക്കൊക്കെ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ടല്ലോ. എന്റെ പഴയ സ്കില്ലൊന്നും ഞാൻ മറന്നിട്ടില്ല. അത് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് പറമ്പിന്റെ ഓണർ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സിലബസ് ഓർമ്മയില്ലേ? ജീവിതത്തിന്റെ സിലബസ്. ആ സിലബസ് എല്ലാവർക്കും വ്യത്യാസമായിരിക്കും. മറ്റുള്ളവരുടെ സിലബസ് കണ്ട് അത് കോപ്പി ചെയ്യാൻ നോക്കിയാൽ നല്ല ടഫായിരിക്കും. ചിലപ്പോൾ തോറ്റുപോയെന്ന് വരാം. അതുകൊണ്ടല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്ക് ചിലർ മരിക്കാൻ നോക്കുന്നത്. പണ്ടൊക്കെ ഞാൻ ദൈവത്തിനോട് എപ്പോഴും പരാതി പറയായിരുന്നു. വളർന്നു വന്ന് ചുറ്റുള്ളവരുടെ ജീവിതം കണ്ടപ്പോൾ ദൈവനെ നന്ദി പറയാൻ പഠിപ്പിച്ചു. അതെ, ഒന്ന് സ്വന്തം സിലബസിലേക്ക് സൂക്ഷിച്ചു നോക്കിയേ. സന്തോഷിക്കാനുള്ള എത്ര കാരണങ്ങളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊന്നും കാണാൻ വയ്യെന്നാണെങ്കിൽ ഫോണും പിടിച്ച് മറ്റുള്ളവരുടെ തമാശയും സന്തോഷമൊക്കെ കണ്ട് വിഷമിച്ചിരുന്നു. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങണം. അപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ കിട്ടുന്ന സന്തോഷം മാത്രമല്ല, എന്നും ഓർത്തിരിക്കാനുള്ള നല്ല നല്ല ഓർമ്മകളും കൂടിയായിരിക്കും. മാങ്ങയൊക്കെ സപ്പറടിച്ച് നേരെ ഏറുമാടത്തിലേക്ക് കയറി. ഇത് ഇവരുണ്ടാക്കിയതാണ് കേട്ടോ. മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഫോണിന് സ്ഥാനമില്ല. ഇവരുടെ പകുതി സമയം ഇവരുടെ ചെലവഴിക്കുന്നത്. ഞാൻ പറഞ്ഞ പെയ്ഡ് ആക്ടറെ കാണേതാ, ഇങ്ങോട്ട് നോക്കിയാൽ മതി. ആരേ വാ.